എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ അല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ അത് സ്കിപ്പ് ചെയ്ത് പോകരുത്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എൽറോ ബേബിയുടെ കാര്യം കേൾക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനും കൂടിയാണ്. 16 കോടി രൂപയാണ് ബേബിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആവശ്യമുള്ളത്. ഒരു സാധാരണ ഒരു കുടുംബത്തിന് 16 കോടി എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആണ്. പക്ഷെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് നമുക്ക് സ്വരൂപിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ മാക്സിമം എല്ലാവരും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് 1 രൂപയാണെങ്കിൽ പോലും കുറേ 1 രൂപകൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആവും. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും പ്ലീസ് ഒന്ന് അവരെ ഹെൽപ്പ് ചെയ്യാം. അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഞാൻ ഇതുവരെ നമ്മുടെ ഒരു വീഡിയോയും ആരോടും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊരു റിക്വസ്റ്റ് ആണ്. നമ്മളെ കൊണ്ടാവുന്ന ചിലപ്പോൾ പൈസ കൊണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളിത് മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മുടെ ഈ ഒരു ചെറിയ ലൈഫിൽ അടുത്തൊരു മിനിറ്റിൽ എന്താ സംഭവിക്കണമെന്നൊന്നും നമുക്കറിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂടെ അല്ലെങ്കിൽ ഇതിനേക്കാൾ മോശമായ ഒരു അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരാം. അപ്പോൾ അന്ന് ആ ഒരു സമയത്ത് നമുക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടില്ലേ, ഇതതുപോലെ കണ്ടാൽ മതി. നമുക്ക് വേണ്ടി നമ്മൾ മറ്റൊരാളോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ പൈസ ചിലവാക്കുന്നു, അങ്ങനെ മാത്രം കണ്ടാൽ മതി. പൈസ കൊടുത്തുകൊണ്ടും നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടും മാത്രമായില്ല, നമുക്ക് ഈ ഭാവിക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവട്ടെ എന്ന് കൂടി നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. നമ്മൾ അക്കൗണ്ട് നമ്പറൊക്കെ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും പ്ലീസ്, അത് വലിയൊരു എമൗണ്ട് ആവും.